ഇന്നത്തെ ഫുട്ബോളിൽ ക്ലബ്ബുകൾ മാറുന്നു, ജേഴ്സികൾ മാറുന്നു, കളിക്കാർ പണത്തിനായി ഓടുന്നു. പക്ഷേ ഒരു മനുഷ്യനുണ്ടായിരുന്നു. 25 വർഷം, ഒരേ ക്ലബ്ബ്, ഒരേ നിറം, ഒരേ വിശ്വാസം. അവൻ വെറും ഡിഫൻഡറായിരുന്നില്ല, അവൻ ഫുട്ബോളിന്റെ അവസാന മതിലായിരുന്നു. ഇതാണ് ഇൽ കപ്പിത്താനോ, ദ ലാസ്റ്റ് ഡിഫൻഡർ, പൗലോ മൽദീനിയുടെ കഥ. 1968 ജൂൺ 26. ഇറ്റലിയിലെ മിലാനിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പേര് പൗലോ മാൽദീനി. ഫുട്ബോൾ അവന്റെ രക്തത്തിലുണ്ടായിരുന്നു. കാരണം അവന്റെ അച്ഛൻ ചെസാരെ മാൽദീനി ഇറ്റാലിയൻ ഫുട്ബോളിലെ ഒരു ലെജൻഡ്. ചെറുപ്പം മുതൽ പൗലോയുടെ ലോകം ഒറ്റതായിരുന്നു. സാൻ സീറോ, AC മിലാൻ, ഫുട്ബോൾ. മറ്റു കുട്ടികൾ കളിപ്പാട്ടങ്ങളുമായി വളർന്നപ്പോൾ പൗലോ വളർന്നത് സ്റ്റേഡിയങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടായിരുന്നു. അവൻ സ്വപ്നം കണ്ടത് ഒരു കാര്യം മാത്രം: ഒരു ദിവസം ഞാൻ മിലാൻ ജേഴ്സി ധരിക്കും. പൗലോ മാൽദീനി വളരെ ചെറുപ്പത്തിൽ തന്നെ AC മിലാൻ അക്കാദമിയിൽ ചേർന്നു. അവിടെ കോച്ചസ് ഉടനെ മനസ്സിലാക്കി, ഈ കുട്ടി വ്യത്യസ്തനാണ്. അവന്റെ പേസ് മാത്രമല്ല, സ്ട്രെങ്ത് മാത്രമല്ല, അവന്റെ ഫുട്ബോൾ IQ. മറ്റുള്ളവർ ബോൾ നോക്കുമ്പോൾ പൗലോ ഗെയിം വായിക്കുകയായിരുന്നു. 1985. വെറും 16 വയസ്സ്. അതൊരു സാധാരണ ഡെബ്യൂ ആയിരുന്നില്ല. കാരണം ആ ദിവസം ഫുട്ബോൾ ലോകം ഒരു ലെജൻഡിന്റെ ആദ്യ ചാപ്റ്റർ കണ്ടു. ആ കാലത്ത് ഇറ്റാലിയൻ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും കടുത്ത ലീഗായിരുന്നു. മരദോന, പ്ലത്തീനി, ഫാൻ ബാസ്റ്റൻ, റൂമനിഗെ. പക്ഷേ ഒരു ടീനേജ് ഡിഫൻഡർ ഒരാളെയും ഭയപ്പെട്ടില്ല. പൗലോ മൽദീനി ടാക്കിൾസ് കൊണ്ട് മാത്രം ഫേമസ് ആയിരുന്നില്ല. സത്യത്തിൽ അവന് ടാക്കിൾ ചെയ്യേണ്ട സാഹചര്യം പോലും കുറവായിരുന്നു. കാരണം അവനെപ്പോഴും ശരിയായ സ്ഥാനത്തായിരുന്നു. ഒരു സ്ട്രൈക്കർ പറഞ്ഞു, മൽദീനി ടാക്കിൾ ചെയ്യേണ്ടി വന്നാൽ അത് ഡിഫൻഡറിന്റെ മിസ്റ്റേക്കാണെന്ന്. അവൻ കെയോസിൽ പോലും കാമായിരുന്നു. പ്രഷറിൽ പോലും എലഗന്റായിരുന്നു. ഫുട്ബോൾ അവനൊരു യുദ്ധമല്ലായിരുന്നു, ഒരു ചെസ് ഗെയിമായിരുന്നു. 1990-കൾ. AC മിലാൻ ലോക ഫുട്ബോളിനെ ഭരിച്ചു. ബാറസി, കോസ്റ്റാകുർത്ത്, കാഫു, നെസ്റ്റർ, പിർലോ, കാക്ക. പക്ഷേ ആ എംപയറിന്റെ ഹൃദയം പൗലോ മൽദീനി. സാൻ സിറോ രാത്രികളിൽ ചാമ്പ്യൻസ് ലീഗ് ആന്തം മുഴങ്ങുമ്പോൾ ഓപ്പോസിഷൻ അറ്റാക്കേഴ്സിക്ക് അറിയാമായിരുന്നു, ഇന്ന് സ്കോർ ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. കാലം കടന്നു. പൗലോ വെറും പ്ലെയർ ആയിരുന്നില്ല, അവൻ ക്യാപ്റ്റനായി, ഇൽ കപ്പിത്താനോ. ലീഡർഷിപ്പ് എന്ന വാക്കിന് തന്നെ ഒരു മുഖമുണ്ടെങ്കിൽ അത് മൽദീനിയായിരുന്നു. അവൻ ലൗഡായിരുന്നില്ല, അവൻ ഷൗട്ടിംഗ് ക്യാപ്റ്റനായിരുന്നില്ല. പക്ഷേ അവന്റെ പ്രസൻസ് മാത്രം മതി ടീം കാമാകാൻ. 1994 വേൾഡ് കപ്പ് ഫൈനൽ, ഇറ്റലി വേഴ്സസ് ബ്രസീൽ. ഫുട്ബോൾ ലോകം ശ്വാസം പിടിച്ചുനിന്ന രാത്രി. പൗലോ മൽദീനി ഇറ്റലിക്കായി എല്ലാം കൊടുത്തു. പക്ഷേ പെനാൽറ്റീസ് ആൻഡ് ഹാർട്ട് ബ്രേക്ക്. റോബർട്ടോ ബാജോയുടെ പെനാൽറ്റി സ്കൈയിലേക്ക് പോയ നിമിഷം ഇറ്റലി തകർന്നു. പക്ഷേ ഏറ്റവും നിശബ്ദനായത് മൽദീനി. അവൻ ലോകകപ്പ് ഒരിക്കലും ജയിച്ചില്ല, പക്ഷേ അവൻ ലോകത്തിന്റെ ബഹുമാനം നേടി. ഫുട്ബോൾ മാറിക്കൊണ്ടിരുന്നു. പ്ലേയേഴ്സ് ക്ലബ്സ് മാറി, മന്നി വളർന്നു, ട്രാൻസ്ഫേഴ്സ് എക്സ്പ്ലോഡ് ചെയ്തു. പക്ഷേ മൽദീനി മിലാൻ വിട്ടില്ല. 25 വർഷം, ഒരു ക്ലബ്, ഇന്നത്തെ ഫുട്ബോളിൽ ഓൾമോസ്റ്റ് ഇംപോസിബിൾ. 2005 UCL ഫൈനൽ, ഇസ്താൻബുൾ. 2005 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, AC മിലാൻ വേഴ്സസ് ലിവർപൂൾ. ചരിത്രത്തിലെ ഏറ്റവും പെയിൻഫുൾ രാത്രികളിലൊന്ന്. മാച്ച് തുടങ്ങി വെറും സെക്കൻഡ്സുക്കുള്ളിൽ മൽദീനി ഗോൾ നേടി. ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ്. ഹാഫ് ടൈം, മിലാൻ 3-0. ഗെയിം ഓവർ എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഫുട്ബോൾ ക്രൂവലാണ്. ലിവർപൂൾ തിരിച്ചുവന്നു. 3 ഗോൾസ്, പെനാൽറ്റീസ്, ഡിഫീറ്റ്. ആ രാത്രി മാൽദീനി ട്രോഫി നോക്കി നിശബ്ദമായി നിന്നു. ചില ഡിഫീറ്റ്സ് കരിയർ മുഴുവൻ പിന്തുടരും.
പക്ഷേ ഇതിഹാസങ്ങൾ വീഴില്ല. ദേ റൈസ്. 2007 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. എഗെയിൻ മിലാൻ, എഗെയിൻ ഡെസ്റ്റിനി. ഈ തവണ മാൽഡീനി റിവെഞ്ചെടുത്തു. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ പൗലോ മാൽഡീനി ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ഉയർത്തി. അത് വെറും ട്രോഫിയായിരുന്നില്ല. ഇറ്റ് വാസ് റിഡംഷൻ. വയസ്സ് കൂടുകയായിരുന്നു, പക്ഷേ ക്ലാസ് ഒരിക്കലും കുറഞ്ഞില്ല. 35, 38, 40, സ്റ്റിൽ എലീറ്റ്, സ്റ്റിൽ റെസ്പെക്റ്റഡ്, സ്റ്റിൽ മാൽഡീനി. 2009 ഫുട്ബോൾ ലോകം ഒരു ഏറായുടെ അവസാനം അറിഞ്ഞു. പൗലോ മാൽഡീനി റിട്ടയർഡ്. സാൻ സീരോ കരഞ്ഞു, ഫാൻസ് കരഞ്ഞു. കാരണം അവർ മനസ്സിലാക്കി, ഇനി ഇത്തരമൊരു പ്ലെയർ വീണ്ടും വരില്ല. AC മിലാൻ ഒരു വലിയ തീരുമാനമെടുത്തു. നമ്പർ 3 റിട്ടയർ ചെയ്തു. കാരണം ആ നമ്പർ ഇനി ഒരാളും റിപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ ഫുട്ബോൾ മണി ഹെഡ്ലൈൻസ് ഡോമിനേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ഫേഴ്സ്, കോൺട്രാക്ട്സ്, ബ്രാൻഡ് ഡീൽസ്. പക്ഷേ മാൽഡീനി ഡിഫറൻ്റായിരുന്നു. അവൻ ഫുട്ബോൾ കളിച്ചില്ല മാത്രം, അവൻ ഫുട്ബോളിനെ ബഹുമാനിച്ചു. ഇന്ന് മാൽഡീനി എന്ന പേര് ഇപ്പോഴും ഫുട്ബോളിൽ ജീവിക്കുന്നു. ഡാനിയൽ മാൽഡീനി. ലെഗസി കണ്ടിന്യൂസ്. പക്ഷേ പൗലോ മാൽഡീനി പോലൊരു ഡിഫൻഡർ ഫുട്ബോൾ വീണ്ടും കാണുമോ? അറിയില്ല. ചില ലെജൻഡ്സ് ട്രോഫീസ് കൊണ്ട് ഓർക്കപ്പെടും, ചില ലെജൻഡ്സ് ഗോൾസ് കൊണ്ട് ഓർക്കപ്പെടും. പക്ഷേ പൗലോ മാൽഡീനി റെസ്പെക്റ്റ് കൊണ്ട് ഓർക്കപ്പെടും. ഫുട്ബോൾ ചേഞ്ച്ഡ്, ബട്ട് ലെജൻഡ്സ് ലൈക്ക് മാൽഡീനി റിമെയിൻ ഫോറെവർ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, കോമന്റ് ചെയ്തു പറയൂ. അടുത്ത ഡോക്യുമെന്ററി ഏത് ഫുട്ബോൾ ലെജൻഡിനെക്കുറിച്ചാവണം? വോൾട്രിക്സ് ഡോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.